നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കേരളത്തിലെത്തും. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. ഇന്ന് വൈകുന്നേരം യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രി സംഘവും ഡിസംബർ 1 വരെ വിവിധ തീയതികളിൽ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രി സജി ചെറിയാനും പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷിനുമാണ് ഔദ്യോഗിക യാത്രാനുമതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ കുടുംബവും അനുഗമിക്കും. അങ്ങനെ വന്നാൽ ആ ചെലവും സർക്കാർ വഹിക്കും. ഔദ്യോഗിക ചുമതലയൊന്നുമില്ലാത്തതിനാൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കടക്കം കേന്ദ്ര അനുമതി ഇല്ലാതെ വിദേശത്ത് പോകാം. അതേസമയം സൗദി സന്ദർശനത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചിരുന്നു. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്നതിന് നേരത്തെ തന്നെ അനുമതിയായിരുന്നു. ഒക്ടോബർ 16 മുതൽ നവംബർ 9 വരെ ഗൾഫിൽ മുഖ്യമന്ത്രിക്ക് വിവിധ പരിപാടികളുണ്ട്. ഇത്രയും കാലം കേരളത്തിൽ നിന്ന് മാറി നിന്നാൽ മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റൊരാൾക്ക് നൽകേണ്ടി വരും. അത്തരം ചർച്ചകൾ ഒഴിവാക്കാൻ കൂടിയാണ് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ കേരളത്തിലേക്ക് വരുന്നത്. ഈ വരവിലും കുടുംബവും അനുഗമിക്കുമെന്നാണ് സൂചന. അങ്ങനെ വന്നാൽ വിമാനക്കൂലി ഇനത്തിൽ വൻ തുക ഖജനാവിന് നഷ്ടമാകും. 2023 ഒക്ടോബറിൽ സൗദി അറേബ്യയിൽ വെച്ച് ലോക കേരള സഭയുടെ പ്രാദേശിക സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ യാത്ര റദ്ദാക്കിയിരുന്നു. ഇത്തവണയും അനുമതി നിഷേധിച്ചിരുന്നു. ഒക്ടോബർ 15 മുതൽ നവംബർ 9 വരെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനം. ബഹ്റൈനിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം ആരംഭിക്കുക. വ്യാഴാഴ്ച ബഹ്റൈനിൽ പ്രവാസി മലയാളി സംഗമത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുന്നത്. പ്രവാസികൾക്കായി ഇടത് സർക്കാർ ചെയ്ത കാര്യങ്ങളും പുതിയ പദ്ധതികളും വിശദീകരിക്കും. നോർക്ക, മലയാള മിഷൻ പരിപാടികളിൽ പങ്കെടുക്കുക എന്നിവയാണ് സന്ദർശന ലക്ഷ്യം. അതിനുശേഷം സൗദി യാത്ര തീരുമാനിച്ചെങ്കിലും അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് യാത്രാ ഷെഡ്യൂളിലും മാറ്റം ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. 22-ന് മസ്കറ്റിലെത്തുന്ന മുഖ്യമന്ത്രി 24-ന് പൊതുപരിപാടിയിൽ പങ്കെടുക്കും. 25-ന് സലാലയിലെ പരിപാടിയിലും പങ്കെടുക്കും. അതിനുശേഷം 26-ന് കൊച്ചിയിലെത്തി 28-ന് രാത്രി ഖത്തറിലേക്ക് പോകാനാണ് തീരുമാനം. 30-ന് ഖത്തറിലെ പരിപാടിക്ക് ശേഷം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. തുടർന്ന് നവംബർ 5-ന് കുവൈറ്റിലേക്ക് പോകും. കുവൈറ്റിലെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി അബുദാബിയിലെത്തും. അബുദാബിയിലും മുഖ്യമന്ത്രി വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. 5 ദിവസം മുഖ്യമന്ത്രി അബുദാബിയിൽ ഉണ്ടാകും. മകൻ വിവേക് കിരൺ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്.